നിറ സിനിമയിലെ രുക്കു എന്ന തമിഴത്തി കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഇത്തരത്തിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായി മാറിയ നടിയാണ് കോവൈ സരള. ഹാസ്യ നടി എന്നതിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയാണവർ. തമിഴിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ നടി അഭിനയിച്ചിട്ടുണ്ട്. കോമഡിക്ക് പുറമെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിട്ടുള്ള സരള കഴിഞ്ഞ കുറെ കാലമായി അഭിനയത്തിൽ നിന്ന് ചെറിയ ഇടവേളകൾ എടുത്തിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ നടി സിനിമകളിൽ അഭിനയിക്കുന്നത് തുടർന്നു. അടുത്തിടെ കോമേഡിയൻ അലി അവതാരകനായ ഷോയിൽ കോവൈ സരള അതിഥിയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. തന്റെ സിനിമയിലെ ഹിറ്റായ ഡയലോഗ് പറഞ്ഞാണ് കോവൈ സരള ഷോയിലേക്ക് എൻട്രി നടത്തിയത്. മാത്രമല്ല പരിപാടിയിൽ നടിയോട് അലി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും നടി അതിനുള്ള മറുപടികൾ പറയുകയും ചെയ്തിരുന്നു. ശരിക്കും കോവൈ സരള ആരാണെന്ന ചോദ്യത്തിന് തന്റെ നാടിനെ പറ്റിയും മറ്റും സംസാരിച്ചിരിക്കുകയാണ് നടി. ഞങ്ങളുടെ ദേശം കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിനെ ചുരുക്കത്തിൽ കോവൈ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് എന്നെ കോവൈ സരള എന്ന് വിളിക്കുന്നത്. പിന്നീട് അത് എൻ്റെ വീട്ടുപേരായി മാറി. വീട്ടിൽ എനിക്ക് 4 സഹോദരന്മാരും ഒരു സഹോദരനുമുണ്ട്. നേരത്തെ കമൽഹാസന്റെ നായികയെ അവസരം ലഭിച്ചതിനെ പറ്റിയും അലി ചോദിച്ചിരുന്നു. ടോളിവുഡിലെ തന്റെ പ്രിയപ്പെട്ട സംവിധായകനാണ് പൂരി ജഗന്നാഥ്. അദ്ദേഹം സംവിധാനം ചെയ്ത ദേശമുദ്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാണ് നടി പറയുന്നത്. അടുത്ത ചോദ്യം, ഇത്രയും കാലമായിട്ടും എന്താ കല്യാണം കഴിക്കാത്തതെന്നായിരുന്നു. കല്യാണം കഴിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ് നടി തിരികെ ചോദിച്ചത്. കല്യാണം കഴിക്കണമെന്ന് ഒരു നിബന്ധനയില്ലെന്നാണ് നടി പറയുന്നത്. അതേസമയം തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം അച്ഛന്റെ മരണമായിരുന്നു. അവസാനമായി പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്തതിന്റെ കാരണവും നടി പങ്കുവച്ചിരുന്നു. ഒരിക്കൽ താൻ ഊട്ടി ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് വളരെ ചെറുതായിരുന്നു. ആ സിനിമയിലാണെങ്കിൽ മുഴുനീള കോമ്പിനേഷൻ സീനുകളും എനിക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് പോകാൻ എനിക്ക് പറ്റിയില്ല. കാരണം ആ സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്ന് പിന്മാറിയാൽ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമുണ്ടാവും. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഷൂട്ടിംഗ് നിർത്തി തനിക്ക് അച്ഛനെ കാണാൻ പോകാൻ പറ്റാതെ വന്നത്. പക്ഷെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. കോവൈ സരള വടിവേലുവിന്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായ ഒരു നടിയാണ്. ആദ്യകാലങ്ങളിൽ കോവൈ സരളയും വടിവേലുവും തമ്മിൽ ഒരുപാട് കോമഡി സീനുകളുള്ള പടങ്ങൾ ഇറങ്ങിയിരുന്നു. ഈ സെന്തിലും കൗണ്ടമണിയും പോലെ വടിവേലുവിന് അങ്ങനെ ഒരു ജോഡിയായി കിട്ടിയത് നമ്മുടെ കോവൈ സരളയാണ്. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വടിവേലുവിൻ്റെ സ്വഭാവം ആകെ മാറി. അദ്ദേഹം ഒരു പടത്തിൽ ഒരു നായിക അല്ലെങ്കിൽ 2 ചാൻസ് അങ്ങോട്ട് കൊടുക്കുള്ളൂ എന്നായി. ഈ 2 സിനിമകൾ കിട്ടണമെങ്കിൽ വടിവേലുവിൻ്റെ കൂടെ കിടക്കണം. അങ്ങനെ കിടക്കുന്ന നടിമാരെ മാത്രമേ വടിവേലുവിൻ്റെ ജോഡിയായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് വടിവേലു പറയുന്ന നടിമാരെ മാത്രമേ സംവിധായകർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇന്നസെന്റിനെ KPS ലളിത പോലെ വടിവേലുവിന് ഒരു കാലത്ത് കോവൈ സരളയായിരുന്നു നായിക എല്ലാ പടത്തിലും. അത് വടിവേലു തന്നെ മാറ്റി. വടിവേലു തന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ ചെറുപ്പക്കാരികളായിട്ടുള്ള പല പല നടിമാരെയും കൊണ്ടുവന്നു. അതെല്ലാം പല ഉദ്ദേശത്തോടെയാണ്. കൂടെ അഭിനയിച്ച സഹതാരങ്ങൾക്കൊന്നും ഒരു സഹായം ചെയ്യാത്ത ഒരു നടനാണ് വടിവേലു. അപ്പോൾ ഈ വീഡിയോ വടിവേലിനെ കുറിച്ചല്ലായിരുന്നു, എങ്കിലും വടിവേലിനെ കുറിച്ച് പറഞ്ഞു പോയതാണ്. അപ്പോൾ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്.